നമ്മൾ പരാബോള, എലിപ്സ് പഠിച്ചു. അടുത്ത ഹൈപ്പർബോളയാണ്. ഇത് ഓരോന്നിനും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം, ഫോക്കൽ ലെങ്ത്, ഫോക്കസ്, ഡയറക്ട്രിക്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ടാൻജൻറ്റ്, നോർമൽ, പാരാമെട്രിക് കോർഡിനേറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ കണ്ടു. അതേ കാര്യങ്ങളൊക്കെ ഹൈപ്പർബോളയ്ക്കും പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ടേബിൾ വരച്ച് എലിപ്സ്, പരാബോള, ഹൈപ്പർബോളയുടെ കാര്യങ്ങൾ എഴുതി പഠിക്കുക. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കും അത് മനസ്സിലാകത്തുള്ളൂ. Hyperbola is the locus of a point which moves so that its distance from a fixed point bears to its distance from a fixed straight line a constant ratio which is greater than unity. ആ ഫിക്സഡ് പോയിന്റിനെ ഫോക്കസ് എന്നും ഫിക്സഡ് സ്ട്രെയിറ്റ് ലൈനിനെ ഡയറക്ട്രിക്സ് എന്നും വിളിക്കുന്നു. കോൺസ്റ്റന്റ് റേഷ്യോയെ നമ്മൾ എക്സെൻട്രിസിറ്റി എന്നും വിളിക്കുന്നു. അപ്പോൾ എക്സെൻട്രിസിറ്റി പരാബോളയ്ക്ക് എന്താണ്, എലിപ്സിന് എന്താണ്, ഹൈപ്പർബോളയ്ക്ക് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്, എലിപ്സിൻ്റെ ലെസ് ദാൻ 1 ആണ്, പരാബോളയുടെ ഈക്വൽ ടു 1 ആണ്. ആ കാര്യങ്ങളെല്ലാം പഠിക്കണം. ഹൈപ്പർബോള ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എലിപ്സ് പറഞ്ഞ പോലെ 2 ഫോക്കസുകളുണ്ട്. എസും എസ് ഡാഷും ആണ് ഇവിടുത്തെ ഫോക്കായി, എയും എ ഡാഷുമാണ് ഇവിടുത്തെ വെർട്ടീസസ്. എക്സെൻട്രിസിറ്റി എന്ന് വെച്ചാൽ SP/PM. ഇനിയും ഡയറക്ട്രിക്സ് 2 ഉണ്ട്. ഒന്ന് x = A/E-യും ഒന്ന് x = -A/E-യും. ഇനിയും എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, x²/a² + y²/b² = 1 ആണ്. ഹൈപ്പർബോള ആകുമ്പോൾ പ്ലസിൻ്റെ അവിടെ മൈനസ് ആവും, അതായത് x²/a² - y²/b² = 1. b² എന്ന് വെച്ചാൽ a² × e² - 1 ആണ്. ഫോക്കസുകൾ AE0-യും -AE0-യും ആണ് 2 ഫോക്കസുകൾ. അതേപോലെ തന്നെ ലാറ്റസ് റെക്റ്റം, എ ഡബിൾ ഓർഡിനേറ്റ് ത്രൂ എ ഫോക്കസ് ഈസ് കോൾഡ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത് 2b²/a ആണ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് വെച്ചാൽ 2a ആണ്, 2b ആണ് കോൺജുഗേറ്റ് ആക്സിസ്. ആ കാര്യം പഠിക്കുക. x²/a² - y²/b² = 1 എന്ന് പറഞ്ഞ ഹൈപ്പർബോളയിൽ 2a ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, 2b ആണ് കോൺജുഗേറ്റ് ആക്സിസ്. ഇനിയും എസും എസ് ഡാഷും ഫോക്കസുകളാണ്. P ഹൈപ്പർബോളയിലെ ഒരു പോയിന്റ് ആണെങ്കിൽ SP - S'(P) ഒരു കോൺസ്റ്റന്റ് ആണ്, = 2a. ഇനിയും in a hyperbola the transverse axis is equal to conjugate axis, then the hyperbola is called rectangular hyperbola. അതായത് എയും ബിയും ഈക്വൽ ആകുമ്പോൾ നമ്മൾ x²/a² - y²/a² = 1. a² മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x² - y² = a². ഇതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അവിടെ b = a ആണ്, എക്സെൻട്രിസിറ്റി √2 ആണ്. അപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി √2 ആണ്. പാർട്ട് എയിൽ ചോദിക്കാം. ഇൻ ദ ഹൈപ്പർബോള 4x² - 9y² = 36. ഫൈൻഡ് ആക്സിസ്, കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, 2 ഫോക്കസുകൾ, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആക്കാൻ വേണ്ടി മൊത്തത്തിൽ /36 ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുന്നു. a² 9, അപ്പം a 3-യും b 2 എന്ന് കിട്ടുന്നു. ട്രാൻസ്വേഴ്സ് ആക്സിസ് ലൈസ് അലോങ് x ആക്സിസും കോൺജുഗേറ്റ് ആക്സിസ് ലൈസ് ഓൺ y ആക്സിസുമാണ്. b² = a² × e² - 1. അതിൽ നിന്ന് എഴുതുമ്പം e² എന്ന് വെച്ചാൽ √13/3 എക്സെൻട്രിസിറ്റി കിട്ടുന്നു. ഇനി ഫോക്കസ് AE0-യും -AE0-യും ആണ്. അപ്പോൾ a എന്തായിരുന്നു 3. അപ്പോൾ ചെയ്യുമ്പം √13(0)-യും -√13(0) ആണ് ഫോക്കസുകൾ. ലാറ്റസ് റെക്റ്റം 2b²/a ആണ്. അത് ചെയ്യുമ്പം 8/3 എന്ന് കിട്ടുന്നു. അടുത്തത് 9x² - 16y² + 72x - 32y - 16 = 0 എന്ന് പറഞ്ഞ ഹൈപ്പർബോളയുടെ
സെൻറ്റർ, എക്സെൻട്രിസിറ്റി, ഫോക്കസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി വരുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇത് നോക്കുമ്പം A² A 4 എന്നും B 3 എന്നും കിട്ടുന്നു. സെൻറ്റർ എന്ന് വെച്ചാൽ -4 -1 ആവും സെൻറ്റർ. എക്സെൻട്രിസിറ്റി ഇക്വേഷൻ ഉണ്ടല്ലോ, എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ, അത് ചെയ്യുമ്പോൾ നമുക്ക് 5/4 എന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹൈപ്പർബോളയുടെ ഡയറക്ട്രിക്സ് x - y + 1 = 0, ഫോക്കസ് -1 എക്സെൻട്രിസിറ്റി 2 ആണെങ്കിൽ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അതേപോലെ തന്നെ സെൻറ്ററും ഫോക്കസും ഒരു ട്രാൻസ്വേഴ്സ് ആക്സിസ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എഴുതാൻ, സെൻറ്റർ, ഫോക്കസ്, വെർട്ടക്സ് തന്നു കഴിഞ്ഞാൽ എഴുതാൻ, സെൻറ്റർ, വെർട്ടക്സ്, എക്സെൻട്രിസിറ്റി തന്നാൽ ഇക്വേഷൻ എഴുതാൻ. പ്രോപ്പർട്ടീസ് ഓഫ് ഹൈപ്പർബോള, അതായത് ഒരു പോയിന്റ് ഹൈപ്പർബോളയ്ക്ക് വെളിയിലാണെങ്കിൽ x²a² - y²b² ഗ്രേറ്റർ ദാൻ 1 ആണ്, അകത്താണെങ്കിൽ ലെസ് ദാൻ 1 ആണ്. ഇപ്പോൾ കണ്ടോ, സെൻറ്റർ CD, സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് എയും സെമി കോൺജുഗേറ്റ് ആക്സിസ് ബിയും ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് നമ്മൾ ഓരോന്നിൻ്റെ പരാബോള, എലിപ്സിൻ്റെ ഒക്കെ ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് ഉള്ള കണ്ടീഷനൊക്കെ കണ്ടു. അതേപോലെ തന്നെ ഫൈൻഡ് ദ കണ്ടീഷൻ ദാറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ലൈൻ y = mx + c വിത്ത് ഹൈപ്പർബോള. അപ്പം നമ്മളെന്താ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ, അതിനകത്തെ വൈയുടെ സ്ഥാനത്ത് mx + c, നേരത്തെ എല്ലാം ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ചെയ്യുന്നു. അപ്പം നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ b² - 4ac ആണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ 3 കേസായിട്ട് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരുവാണെങ്കിൽ b² - 4ac ഗ്രേറ്റർ ദാൻ 0, റിയലും ഈക്വലും വരുവാണെങ്കിൽ b² - 4ac = 0, ഇമാജിനറി വരുവാണെങ്കിൽ b² - 4ac ലെസ് ദാൻ 0. ഇവിടെ നമ്മൾ b² - 4ac ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 എടുത്തു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് c² ലെസ് ദാൻ a² m² - b². റിയൽ ആൻഡ് ഈക്വൽ വരുമ്പോൾ ഇവിടെ ഈക്വൽ വരും, ഇമാജിനറി ആകുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാനും വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടാൻജൻറ്റ് ആകാനുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈക്വൽ ആൻഡ് റിയൽ റൂട്ടാണ്. അപ്പോൾ എന്തോ c എന്ന് പറയുന്നത് √a² m² - b² ആണ്. എലിപ്സിൻ്റെ ഓർക്കുന്നുണ്ടോ, +b² ആയിരുന്നു, ഇവിടെ ആണ്. ആ രീതിയിൽ അത് ഓർക്കുക. മേളിൽ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നു. b² - 4ac = 0 ചെയ്ത് c² ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ c ± √, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. ഇനി Lx + my + na = 0 എന്ന് പറഞ്ഞ ലൈനാ ടാൻജൻ്റ് ആകുന്നതെങ്കിൽ ആ കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ് കണ്ടീഷൻ? n² = a² l² - b² m² ആണ്. കാരണം ഇത് നോക്കുമ്പോൾ ഇതിനെ നമ്മൾ y = mx + c ഫോമിൽ എഴുതും. അപ്പം m എന്താ c എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. ആ c² എന്ന് വെച്ചാൽ a² m² - b² ആണ്. ആ രീതിയിലാണ് ഇത് എഴുതുന്നത്. ഇവിടെ c² ഇത് വരും, a² m² - b². അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇക്വേഷൻ ഓഫ് എ ഡയറക്ട്രിക് സർക്കിൾ ഓഫ് ദ ഹൈപ്പർബോള ഈസ് x² + y² = a² - b² ആണ്. എലിപ്സിൻ്റെ ആകുമ്പോൾ a² + b² ആയിരുന്നു. Find the equation of the tangent at the point x1, y1 on the hyperbola x² / a² - y² b² = 1. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ കോഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യത്തില്ലേ ടാൻജൻറ്റ് കണ്ടുപിടിക്കുന്നത്, അതേ രീതിയിൽ തന്നെ. അപ്പം x1 y1 x2 y2 2 പോയിൻ്റ് എടുത്ത് അതിലേക്ക് കോഡ് വരച്ചു, അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ആ പോയിൻ്റ് ഹൈപ്പർബോളയിൽ ഉള്ള പോയിൻ്റ് ആയതുകൊണ്ട് എക്സിൻ്റെ സ്ഥാനത്ത് x1 വൈയുടെ സ്ഥാനത്ത് y1, അതേപോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് x2 വൈയുടെ സ്ഥാനത്ത് y2 ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത്,
x1 ഈക്വൽ ടു x2 y1 ഈക്വൽ ടു y2 ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പം എന്നാ കിട്ടും? y2 ഉള്ളിടത്തെല്ലാം y1 എന്ന് ഇട്ട് കൊടുത്തു, x2 ഉള്ളിടത്തെല്ലാം x1 എന്ന് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ ചെയ്ത് കണ്ടോ, ഇതാണ് ഇക്വേഷൻ. ഇപ്പം എന്താ പറയാം, x(x1) ബൈ എ സ്ക്വയർ മൈനസ് y(y1) ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഇക്വേഷൻ ഓഫ് ടാൻജൻറ്റ് അറ്റ് x1 y1. ഇവിടെ പ്ലസ് വരുന്നതായിരുന്നു എലിപ്സിൻ്റെ പഠിച്ച്, അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഇനി നോർമലിൻ്റെ the normal at any point x1 y1 on the ellipse is x minus x1 by x1 by a square plus y minus y1 by y1 by b square equal to 0 ആണ്. ഇതൊക്കെ അവിടെ എലിപ്സിലും പരാബോളയിലും ചെയ്ത രീതിയിൽ നോർമൽ കണ്ടുപിടിക്കണം, പോള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടുപിടിക്കാൻ ട്രൈ ചെയ്യുക. The pole of the line lx plus my plus n equal to 0 with respect to the hyperbola is minus l a square by n comma m b square by n. The condition for the line lx plus my plus n equal to 0 and l1x plus m1y plus n1 equal to 0 to be conjugate with respect to hyperbola is l l1 a square minus m m1 b square equal n n1. അപ്പോൾ ആ ഇക്വേഷൻ പഠിക്കുക. ഇനി രണ്ട് ഡയമീറ്റേഴ്സ് y ഈക്വൽ എം എക്സും y ഈക്വൽ m1x കോൺജുഗേറ്റ് ആണെന്ന് പറയുന്നത് അവിടെ പഠിച്ചതിൻ്റെ വിട്ട് m(m1) ഈക്വൽ ടു ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി ഇക്വേഷൻ ഓഫ് ദ പെയർ ഓഫ് ടാൻജൻസ് ഫ്രം പോയിന്റ് x1 y1 ഈസ് കണ്ടോ ഇക്വേഷൻ t1 ഈക്വൽ ടു അല്ല SS1 ഈക്വൽ ടി സ്ക്വയർ അങ്ങനെ പഠിച്ചിട്ടില്ലേ ആ രീതിയിൽ. x1 സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു x1 സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് y1 സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു ദ ഹോൾ സ്ക്വയർ. ഇനി ഇക്വേഷൻ ഓഫ് ദ കോഡ് ഹൂസ് മിഡിൽ പോയിന്റ് x1 y1 ഈസ് x(x1) by a square minus y(y1) by b square equal to x1 square by a square minus y1 square by b square ആണ്. ഓക്കെ, ഇതിൻ്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് അടുത്തതിനകത്ത് നമുക്ക് നോക്കാം.